തൊട്ടു മുമ്പില് ഒത്തിരി തകരുന്ന വീടുകളുടെ അനുഭവങ്ങൾ പേരെക്കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ വീടുകളുടെ ഒക്കെ പുറത്തായിട്ട് പതിക്കേണ്ട ഒരു ലേബലാണിത്. ഫ്രാജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം. ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു പോകുന്ന ഒരു സ്വപ്നമാണ് വീട്. ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. ഇവന്റെ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ടാണ് ഒരു വീടെന്നൊക്കെ പറയുന്ന എത്രയോ മനോഹരമായ അനുഭവമെന്ന് സ്വയം കണ്ടിട്ടുള്ളത്. കൊതിപ്പിച്ചിരുന്നൊരു വീട്. ഇവന്റെ വീടും തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് രാത്രിയിൽ ഇവന്റെ ഫ്ളാറ്റിലേക്ക് ചെല്ലുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ഫ്ളാറ്റുകളിലും നിറയെ നക്ഷത്ര വിളക്കുകളുണ്ട്. ഇവന്റെ വീടിന് മുമ്പായിട്ട് ഒരു 0 വോട്ട് ബൾബ് പോലും തെളിയുന്നില്ല. ബെല്ലടിക്കുന്നു. ഏറെ നേരങ്ങൾക്ക് ശേഷം എന്നും ഉത്സാഹത്തിമർപ്പിൽ ഓടി വരുന്ന ഇവന്റെ കൊച്ചുമകള് ചടിച്ച മുഖവുമായിട്ടെത്തുന്നു. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങുന്നു. ഇവർക്കിടയിൽ എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷേ ഒന്നറിയാം, ഇതൊരു ഉപമയാണ്. എല്ലാ വീടുകളിലും നക്ഷത്ര വിളക്കുകൾ തെളിയുന്ന ഈ രാവിലെ, എല്ലാ വീടുകളിലും സംഗീതമുള്ള ഈ രാവിലെ, കരഞ്ഞു നിൽക്കുന്ന ഈ പെൺകുട്ടി എന്നെ ഓർമ്മിപ്പിക്കുന്നത് തകർന്നു പോകാവുന്ന വീടിന്റെ പാരബിളായിട്ടാണ്. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദുർബലമായ സ്വപ്നമാണ് വീട്. ഹോം, ദ മോസ്റ്റ് ഫ്രജൈൽ ഡ്രീം. വീടിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് വീടിനെക്കുറിച്ച് ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീടെന്ന് പറയുന്നത് മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയാണ്. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. നമുക്കറിയാം, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും സ്വപ്നം വീടാണ്. വീടില്ലാത്തവന്റെ സ്വപ്നം വീടാണ്. വീടുള്ളവന്റെ സ്വപ്നവും വീടാണ്. വീട് നഷ്ടമാവിന്റെ സ്വപ്നവും വീടാണ്. വീട് ഉപേക്ഷിച്ചവന്റെ സ്വപ്നവും വീടാണ്. എന്നിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഉടഞ്ഞു പോകുന്ന സ്വപ്നമായിട്ട് വീട് മാറുമ്പോൾ അറിഞ്ഞുകൊള്ളുക, വീടിനെക്കുറിച്ചുള്ള ഏതൊക്കെ കോൺസെപ്റ്റുകൾ നമ്മൾ ഒന്ന് ഷഫിൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന ഒരു വീട് കെട്ടുകയാണ്. ഈ സ്വപ്നവും പേരെക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഗൾഫിലേക്ക് തന്നെ വരിക, ഒമാനിലേക്കാണ്. എന്നിട്ട് അവിടെ വന്ന് വിയർപ്പ് ചൊരിയുന്നു. വിയർപ്പൊക്കെ ഡ്രാഫ്റ്റ് ആകുന്നു. ഡ്രാഫ്റ്റൊക്കെ നാട്ടിൽ കല്ലാകുന്നു. കല്ലൊക്കെ ചേർന്ന് വലിയ ലാറി ബക്കർ മോഡൽ കെട്ടിടവും ഉയരുന്നു. എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ മനുഷ്യൻ മടങ്ങുകയാണ് തന്റെ വീടിന്റെ പച്ചപ്പിലേക്ക്. ഈ മനുഷ്യൻ എനിക്ക് എഴുതാറുള്ള ചില കത്തുകളൊക്കെ ഉണ്ട്. എന്റെ കുഞ്ഞു മക്കൾ വളരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരെ വളർച്ചയുടെ ആ ഘട്ടങ്ങൾ കാണാൻ കൗതുകം പോലും നിഷേധിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ഞാനിതൊക്കെ. പണ്ട് താലന്തിലൊക്കെ ഈ മനുഷ്യൻ എഴുതിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ മനുഷ്യൻ മടങ്ങിയെത്തുന്നു. വന്ന് 2 ആഴ്ചകൾക്കുള്ളിൽ ഈ മനുഷ്യന് മനസ്സിലായി താൻ കല്ലുകൊണ്ട് പണിതത് വീടായിരുന്നില്ല എന്ന്. അച്ഛനോട് മകൻ വളരെ ലൈറ്റായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി അപ്പൻ എപ്പോഴാണ് മടങ്ങിപ്പോകുന്നത്? മകളെ ആരുടെയോ ബൈക്കിന് പിന്നാലെ വരുന്നത് കണ്ടിട്ട് അപ്പൻ അവളോട് ചോദിക്കുന്നു, മോളെ ഇത് സ്റ്റേറ്റ്സ് ഒന്നുമല്ലല്ലോ, നമ്മുടെ പഴയ നാടൊക്കെ തന്നെയല്ലെന്ന് പറയുമ്പോൾ മകള് അച്ഛനോട് പറയുന്നത് 3-ാംഗ്ല TV സീരിയലില് 4-ാംഗ്ല ഡയലോഗാണ്. ഞാനും അപ്പനും തമ്മിൽ കുറെ ബർത്ത്ഡേ കാർഡുകളുടെയും ഡ്രാഫ്റ്റുകളുടെയും ഒക്കെ ബന്ധമേ ഉള്ളല്ലോ. അമ്മയ്ക്ക് സംയമനത്തിന്റെ വഴിയാണ്, മക്കൾ അവരെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്ക്. എന്നിട്ട് പിന്നീട് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കല്ലുകൊണ്ട് ഞാൻ പണിതത് ബാബേലായിരുന്നു. കല്ലുകൊണ്ട് ഞാൻ പണിതത് ബാബേലായിരുന്നു. എന്താ ബാബേൽ എന്ന് പറയുക? ബൈബിൾ നമ്മൾ ബാബേലിനെ കുറിച്ച് വായിച്ച് കേൾക്കുന്നുണ്ട്. മനുഷ്യന്റെ അഹന്ത ആകാശത്തോളം ഉയരുമ്പോൾ ഒരു ഗോപുര നിർമ്മാണ വേള ആരംഭിക്കുന്നു. ഗോപുരത്തിന്റെ നിർമ്മാണ വേളയിൽ എവിടെയോ വെച്ചിട്ട് ഭാഷകൾ ചിതറിക്കപ്പെടുന്നു. കല്ല് കൊണ്ടുവരുന്നതിന്റെ ഭാഷ ചാന്തേക്കുന്നതിന് മനസ്സിലാവുന്നില്ല. ചാന്തേക്കുന്നതിന്റെ ഭാഷ മണൽ വാരുന്നതിന് മനസ്സിലാവുന്നില്ല. തടിയും തരുന്നൊരു ഭാഷ ഇഷ്ടവനിക്കുന്നതിന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഈ ഗോപുരം ഇന്നോളം ഉയർന്നിട്ടില്ല. ജീവിതം മുഴുവൻ വീടിന് വേണ്ടി ഹോമിച്ചൊരു മനുഷ്യൻ പറയുകയാണ്, കല്ലുകൊണ്ട് ഞാൻ കെട്ടിയത് ബാബേലായിരുന്നു. എന്റെ ഭാഷ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്? എന്റെ സഖിക്ക് പോലും എന്റെ ഭാഷ മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ട്? വീടിന് മുമ്പിൽ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ബിബ്ലിക്കൽ സിമ്പിളായിട്ട് ഇതിനെടുക്കുക, ബാബേല. ഓരോ വീടിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതീകമാണിത്. ഏത് വീടിനും ബാബേലായിട്ട് രൂപാന്തരപ്പെടാം. നിങ്ങളും നിങ്ങളുടെ സഖിക്കുമിടയിൽ ഭാഷകൾ വിതറിക്കപ്പെടുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ കൊച്ചുമക്കൾക്കുമിടയിൽ ഭാഷകൾ വിതറിക്കപ്പെടുമ്പോൾ വീടിന് ബാബേലാവാം.
വീടിന് മുമ്പിൽ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അത് പെന്തക്കോസ്തായുടെ സാധ്യതയാണ്. പെന്തക്കോസ്താ ദിവസം പത്രോസ് ലീഹ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ കേട്ട് നിന്നവരൊക്കെ തങ്ങളുടെ സ്വന്തം ഭാഷകൾ അത് മനസ്സിലാക്കുന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഇത് വീടിന്റെ മുമ്പിലുള്ള കൃപയുടെ സാധ്യതയാണ്. എല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കപ്പെടുന്ന ഇടമാണ് പെന്തക്കോസ്ത എന്ന് പറയുക. അച്ഛൻ വണ്ടിക്കാളെ പോലെ പണിയെടുക്കുന്നുണ്ട്. അമ്മ മകന്റെ പനിക്കിടക്കൽ ഉറക്കമുളക്കിരിപ്പുണ്ട്. സഹോദരൻ വിവാഹാവശ്യത്തിന് വേണ്ടി സഹോദരൻ ബ്ലേഡ് കമ്പനിയുടെ കൗണ്ടറിന് മുമ്പിൽ കാവൽ നിൽപ്പുണ്ട്. എപ്പോഴോ വരുന്ന സഹോദരന് വേണ്ടി സഹോദരി അത്താഴം മൂടി കാത്തിരിപ്പുണ്ട്. ഇങ്ങനെ വീടിന്റെ വ്യത്യസ്ത ദൃശ്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. പെന്തക്കോസ്ത ഇന്ന് ഈ രാവിലെ വെറുതെ നമ്മുടെ വീടിന് മുമ്പിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള രണ്ട് സാധ്യതകളായിട്ട് ഇവയെ എടുക്കുക. ഒന്ന് ബാബേല്, ഭാഷകൾ വിതരിക്കപ്പെടുന്ന ഇടം. രണ്ട്, എല്ലാ ഭാഷകളും മനസ്സിലാക്കുന്ന പെന്തക്കോസ്ത. മനസ്സിനോട് ചോദിക്കുക, എന്റെ വീട് ബാബേലാണോ പെന്തക്കോസ്തയാണോ? നാട്ടില് മിഷൻ ദാനവുമായിട്ട്, കപ്പുച്ചിൻ മിഷൻ ദാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ മിഷൻ ദാനത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് തന്നെ വീട് സന്ദർശനമാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ വീട് സന്ദർശനമാണ്. അങ്ങനെ ഒരു വർഷം ഏതാണ്ട് 4000-ഓ 5000-ഓ ഒക്കെ വീടുകൾ കയറിയിറങ്ങുന്ന ഒരുവന്റെ ഡാറ്റയുടെ പിൻബലത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ പല വീടുകളും ബാബേലിന്റെ വക്കിലാണ്. വീടിന്റെ ദുരന്തമെന്ന് പറയുമ്പോൾ വീടിനകത്തെ കലഹം തെറ്റിദ്ധരിക്കാതിരിക്കുക. വീടിന്റെ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന മൗനമാണ്. വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന മൗനമാണ്. ഏത് വീട്ടിലാണ് പൊട്ടിച്ചിരിയില്ലാതെ പോകുന്നത്? ഏത് വീട്ടിലാണ് സങ്കീർത്തനങ്ങളില്ലാതെ പോകുന്നത്? ഏത് വീട്ടിലാണ് പരിഭവങ്ങളും കലഹങ്ങളും സ്നേഹപൂർവ്വമുള്ള കലഹങ്ങളും ഇല്ലാതെ പോകുന്നത്? ആ വീടൊക്കെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. വീടിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സിംറ്റം എന്ന് പറയുന്നത്, രോഗലക്ഷണമെന്ന് പറയുന്നത് വീടിന്റെ മൗനമാണ്. വെറുതെ ദൈവത്തിന് മുമ്പിൽ സ്വയം ചോദിക്കുക, എന്റെ വീടിനെ പൊഴിഞ്ഞു നിൽക്കുന്ന മൗനമുണ്ടോ? എന്റെ വീടിനകത്ത് ഭാഷകൾ ചിത്രിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന, നമ്മുടെ നാട്ടിൽ വരുന്ന നാടോടി സംഘങ്ങളെ എടുക്കുക. നമ്മളൊക്കെ സ്നേഹപൂർവ്വം പാൺപിച്ചി എന്നൊക്കെ പറയുന്നവരാ. ഇവരിൽ ഒരു പാവം സ്ത്രീയെ എടുക്കുക. വീടായ വീടുകളൊക്കെ തന്റെ കൊച്ചു കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ സ്ത്രീ കയറി ഇറങ്ങുകയാണ്. കല്ലുകൊത്താനുണ്ടോ, കല്ലുകൊത്താനാണ് ചോദിച്ചിട്ട് കല്ലുകൊത്തുന്നു. 10 രൂപ ചോദിക്കുന്നു. വനിതയൊക്കെ വായിച്ച് പ്രബുദ്ധയായ മലയാളി വീട്ടം 5 രൂപ കൊടുക്കുന്നു. ഇങ്ങനെ കിട്ടിയിട്ട് ലഭിച്ച പണവുമൊക്കെ ആയിട്ട് വന്നിട്ട് കുഞ്ഞിന് കഞ്ഞി വെച്ചു കൊടുക്കുകയാണ്. അവസാനത്തെ വച്ചും കുഞ്ഞിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പാതയോരത്ത് ഒരു വിഷത്തണലിന് താഴെ ഒരമ്മ മഞ്ഞ് പെയ്യുന്ന രാവിലെ കിടന്നുറങ്ങുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഈ വിഷത്തണല് വീടായിട്ട് രൂപാന്തരപ്പെടുന്നു. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ. വീടിന് കല്ലാവശ്യമില്ല. വീടിന് കല്ലാവശ്യമുണ്ടെന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് ആരംഭിക്കുന്നു വീടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും. കല്ലുകൊണ്ടാണ് വീട് പണിയേണ്ടെന്നുള്ള ധാരണ തൊട്ട് ആരംഭിക്കുന്നു വീടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും. പാതയോരത്തെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ പാതയോരത്തെ വിഷത്തണൽ വീടായി മാറുന്നത് എങ്ങനെയാണ്? നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. അല്ലെങ്കിൽ തടവറയെക്കുറിച്ച് ഓർമ്മിക്കുക. ഈ തടവറയിൽ എങ്ങനെയോ കുരുക്കപ്പെട്ടൊരു പാവം ചെറുപ്പക്കാരൻ ഞായറാഴ്ചയ്ക്ക് ഇവിടെ ഇയാൾ കാത്തിരിക്കുകയാണ്. സന്ദർശകർ വന്നേക്കാം. ഭിത്തിയിൽ ഇയാൾ ഭാര്യയുടെയും കുഞ്ഞിന്റെയും പേര് കോറിയിടുന്നു. കുഞ്ഞിന്റെ കാലച്ചിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ നിമിഷത്തിൽ ഒരു തടവറയിലെ ഒരു ഇടുങ്ങിയ സെല്ല് വീടായിട്ട് രൂപാന്തരപ്പെടുന്നു. ഹോം നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. നിങ്ങളുടെ വീട് ഇത്തരമൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? വീടിനെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒന്നുണ്ട്. വീടെന്ന് പറയുന്നത് കാനാൻ ദേശമാണെന്ന് പറയും. എന്താണ് ഈ കാനാൻ എന്ന് പറയുന്നത്? തേനും പാലും ഒഴുകുന്ന ഇടമാണ്. സങ്കീർത്തനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വെറുതെയാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കമിളച്ചിരിക്കുന്നത് വെറുതെയാണ്. നിങ്ങൾ അന്ത്യയാകുമ്പോൾ ഉറങ്ങാൻ പോകുന്നതും ഏറെ പ്രഭാതത്തിൽ ഉണരുന്നതും വെറുതെയാണ്. തന്റെ പ്രിയമുള്ളവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നു. വീടെന്ന് പറയുമ്പോൾ കെട്ടിടമായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുക. കർത്താവില്ലാതെ നമുക്ക് കെട്ടിടം പണിയാം. സമയത്തൊക്കെ സിമന്റ് കിട്ടുമെങ്കിൽ, ഡ്രാഫ്റ്റൊക്കെ സമയത്ത് എത്തുമെങ്കിൽ നമുക്ക് കെട്ടിടം പണിയാനാവും. പക്ഷേ വീട് പണിയണമെങ്കിൽ കർത്താവ് ആവശ്യമുണ്ട്. ഹോം ഈസ് എ സിറ്റുവേഷൻ. കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വെറുതെയാണ്. എന്റെ നാട്ടിന് ഒരു മേശയുണ്ട്. ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഓരോ വീട് പണിയുമ്പോഴും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഈ കെട്ടിടം വീടാകണമേ. മനോഹരമാണിത്. ഒരു റിന്യൂവലുള്ള മനുഷ്യനല്ല,
റിന്യൂവലിനൊക്കെ മുമ്പുള്ള വൃദ്ധനായ ഒരു മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് ഒത്തിരി വീടുകൾ പണിത മനുഷ്യനാണ്. ഈ മനുഷ്യന് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഓരോ കെട്ടിടം പണിയുമ്പോഴും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഈ കെട്ടിടത്തെ നീ വീടാക്കി മാറ്റണമേ, ദൈവമേ ഈ കെട്ടിടത്തെ നീ വീടാക്കി മാറ്റണമേ. നമുക്ക് കർത്താവ് ഭവനം പണിയെന്നുള്ള ആ ഗാനമൊന്ന് ഇരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മാത്രം പാടാൻ ശ്രമിക്കാം. ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതൊരു സങ്കീർത്തനമായിട്ട് എടുത്തുകൊണ്ട്. വേണമെങ്കിൽ ഒന്ന് എണീക്കുകയും ആവാം. വീട് ഒരവസ്ഥയാണ്. അങ്ങനെ കെട്ടിടത്തെ വീടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. ഈ വീടിനെ വീടാക്കി മാറ്റുന്നത് കർത്താവാണ്. കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വെറുതെയാണ്. കർത്താവ് കെട്ടിടം പണിയുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, കർത്താവ് വീട് പണിയുന്ന കാര്യമാണ്. കർത്താവിൽ വീട് പണിയാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. തകർക്കപ്പെടുന്ന വീടുകൾക്കൊക്കെ അവഗണിക്കപ്പെടുത്തുള്ള സ്ഥലമുണ്ടെന്ന് അറിയുക. എപ്പോഴോ എന്റെ വീടിന്റെ കേന്ദ്രത്തിൽ നിന്ന് ക്രിസ്തു പുറത്തായി. ഞാന് കൗൺസിലിംഗിന് വരുന്നവരോടൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട്, കൂടുതൽ നമുക്കറിയാം നമ്മുടെ അടുക്കിലേക്ക് കൗൺസിൽ റൂമിലേക്ക് വരുന്നവർ കൂടുതലും വീടിനകത്ത് ഏതൊക്കെയോ താളപ്പിഴകളുമായിട്ട് വരുന്നവരാണ്. വെറുതെ ചോദിക്കാറുണ്ട്, ഡു യു പ്രേ? വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? ഏതാണ്ട് 90% പേരും ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അടുത്തൊരു ഒരു കക്ഷി വന്നു, പുള്ളത്തി ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓ, എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? അത് പവർ കട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം TV പോലും കാണാൻ പറ്റാത്തൊരു സമയമാണല്ലോ പവർ കട്ട്. No, God is entitled to have the prime time of your life. He is entitled. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങള് ഇവന് വേണ്ടി നൽകിയിട്ടുള്ള കുടുംബങ്ങള് തകരുന്നില്ല. തകർക്കപ്പെട്ട ഒരു തുളസിത്തറ എന്നും മനസ്സിൽ ഒരു ദുരന്തത്തിന്റെ ബിംബമായിട്ട് കൊണ്ട് നടക്കണം. അവഗണിക്കപ്പെട്ട തുളസിത്തറ. ഇങ്ങനെ മിഷൻ ദാനത്തിന് വീടുകൾ സന്ദർശിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവളോട് ചോദിച്ചു, മോളെ ഇവിടെ ആരൊക്കെയുണ്ട്? അവൾ പറഞ്ഞു, ഞങ്ങൾ 5 പേരാണ്. അപ്പൻ, അമ്മ, ഞാൻ, ചേട്ടൻ, പിന്നെ യേശു.